ഒന്ന് നിന്നേ. സുധയല്ലേ? അതെ. അയ്യോ, അലുവ കഷ്ണം മുറിച്ചു വെച്ചോലൊരു തങ്കക്കൂടാണല്ലോ. ഞാൻ റാഹിൽ, നിങ്ങളുടെ ഉണ്ണികൃഷ്ണന്റെ ഭാര്യ. പോട്ടെ. ഞാനിന്നൊരാളെ കണ്ട്. നിങ്ങളുടെ സുധേ. ചെന്ന് പരിചയപ്പെട്ട്. പാവം, സങ്കടം തോന്നും അതിന്റെ മോറ് കണ്ട. എനിക്കെല്ലാം അറിയാല, പിന്നെന്തിനാ മറയ്ക്കണത്? ഞാനൊരു കാര്യം പറഞ്ഞ ചെയ്യുവാ. നമ്മ ഇങ്ങനെ സന്തോഷായിട്ട് കഴിയുമ്പം അതിനെ ഇങ്ങനെ ദണ്ണപ്പെടാൻ വിടണത് ശരിയാണോ? മുക്കര കുടിയനാണ്, ഒന്നിനും ഒരു പിടിപ്പില്ലാണ്ടെന്നല്ലാതെ വേറൊരു ദൂഷ്യം അതിന്റെ കെട്ടിയവനില്ലെന്നാ അമ്മ പറയണത്. നിങ്ങ വിചാരിച്ച അതിയാനെ ഒരു വഴിക്ക് കൊണ്ടുവരാൻ പറ്റൂലേ? ഞാനോ? ചെന്ന് മുഖത്താട്ട് നോക്കി 4 പുളിച്ച വർത്താനം അങ്ങാട്ട് പറയുന്നു. അനുരാഗ നാടകത്തിൻ അന്ത്യമാം രംഗം തീർന്നു, അരങ്ങിലാളൊഴിഞ്ഞു. എന്റെ പൊന്നിയേട്ടാ, അതങ്ങോട്ട് വലിക്കേ. എനിക്ക് നട അടയ്ക്കണം. അച്ചു, ഒരു 100 കൂടി. ഒരു തുള്ളിയില്ല ഇവിടെ. എണീറ്റ് പറയണ, ഈ ഷാപ്പിന് എന്താ വില? എത്ര കിസ്ത അടച്ചത്? വാങ്ങും. താനാല? അതൊക്കെ പിന്നെ പറയാം. ഈ ഷാപ്പ് അല്ലെങ്കിൽ വേറെ ഷാപ്പ്? ഇങ്ങി വരാൻ. വന്നേ. ഇതൊക്കെ പറയാൻ ഞാനാരല്ലേ? തന്റെ ഭാര്യയെ ഓർമ്മ തെളിഞ്ഞ നാളു തൊട്ട് സ്നേഹിച്ച് സ്വന്തമാക്കാൻ കൊതിച്ച മനുഷ്യൻ, അവളുടെ മുറച്ചെറുക്കൻ. എന്നേക്കാളും യോഗ്യനായ ഭർത്താവിനെ പ്രതാപം നോക്കി കണ്ടുപിടിച്ചതാണ് അവളുടെ അച്ഛൻ തന്നെ. ഇന്ന് ഞാൻ വേറെ വിവാഹിതനാണ്. പക്ഷെ അന്ന് തന്നെ ഉപേക്ഷിച്ച് അവൾ ഓടി വരുമ്പോൾ അല്ലായിരുന്നു. ഞാൻ അവളുടെ കെഞ്ചി അവളെ ഞാൻ ഏൽക്കാമെന്ന്. അവൾ പറഞ്ഞ മറുപടി അറിയോ? മരിക്കണതുവരെ തന്റെ മകന്റെ അമ്മ മാത്രമായിരിക്കും അവളെന്ന്. ഞാൻ മടിശീലയുടെ കണ്ണം കുറയുമ്പോൾ ചങ്ങാതിമാരുണ്ടാവില്ല, ബന്ധുക്കളുണ്ടാവില്ല. ഒടുക്കം ഉഴുത്ത പട്ടിയെപ്പോലെ തെരുവോരത്ത് തെണ്ടി അലഞ്ഞ് വീണിച്ചാകുമ്പോൾ തന്നെ ഓർത്ത് കരയാൻ അന്നും ആ പെണ്ണെ കാണൂ. വായി കരിയിടാൻ തന്റെ മകനെ ഉണ്ടാവും. പറഞ്ഞ തുക മുഴുവനുണ്ട്. ഉപകാരമായി. നീ വെച്ചോ. വേണ്ട, 1 കൊല്ലത്തെ തേങ്ങയുടെ മൊത്തം കാശാണ്. പെരുവണ്ണാനും ചെണ്ടക്കാരും കൊടുത്തു കഴിഞ്ഞാ ബാക്കി എന്റെ കഷ്ടേ കാണൂ. അച്ഛൻ തന്നെ അച്ഛാ മതി. നിനക്ക് മനസ്താപം കാണും. ഈ തുക കൊണ്ട് നീ പലതും ഉദ്ദേശിച്ചിരിക്കും. നിനക്ക് വിഷമിക്കേണ്ടി വരില്ല. ആവശ്യങ്ങൾ മുടങ്ങാണ്ട് വേറെ വഴി തുറന്നു കിട്ടും. ക്ഷമിക്കണം, ഞാൻ വേറൊരു ലോകത്തിലായിരുന്നു. ഇനി എന്നോട് ക്ഷമിക്കണം. എനിക്ക് എന്റെ മോനെ ഒന്ന് കാണണം. എന്റെ ഭാര്യയോട് മാപ്പ് പറയണം. അകത്തേക്ക് ചെല്ലുക. സുധേ,
നോക്ക്, ദൈവങ്ങളുടെ കടം വീട്ടും ഉറപ്പിച്ചതേ ഉള്ളൂ. പ്രത്യക്ഷത്തിൽ ഫലം കണ്ടോ? ഈ തറവാട്ടിലെ ഏറ്റവും വലിയ ദുഃഖമായിരുന്നു നിന്റെ ഓപ്പോളുടെ കണ്ണീര്. പരിഹാരം കൊണ്ടെത്തുന്നത് കണ്ടോടാ. തല മുഴുവൻ പേന. സൂക്ഷിച്ച് ഇന്നതാ. അമ്മായിക്ക് മനസ്സിലായില്ലെന്നുണ്ടോ? എന്നെ മനസ്സിലായില്ലെങ്കിലും ഇവളെ മനസ്സിലാകാതിരിക്കില്ലല്ലോ. മനസ്സിലാകാണ്ട് എവിടെ പോവാനാണ്? മരുമകളല്ലേ? ഇവൻ ഞാനെന്ന് കണ്ടേനേക്കാളും വലുതായി കേട്ടാ. വന്ന കാലം നിൽക്കാണ്ട് ഇങ്ങാട്ടിരിയുന്നു. ഒന്ന് അമ്പലത്തിൽ വരെ പോയി. ഉണ്ണിയില്ലേ ഇവിടെ? പുറത്താട്ട് പോയി. വരുമ്പോ ഉച്ച കഴിയും. അമ്മായി നിനക്ക് എങ്ങനെ കഴിയുന്നു ഇതൊക്കെ? എന്ത്? അമ്മ പോലും അതിശയിച്ചു പോയി. സുധയുടെയും ഗോപിയുടെയും അടുത്ത് ഇത്ര സ്നേഹമായിട്ടും സന്തോഷമായിട്ടും പെരുമാറാൻ. നമ്മുടെ വീട്ടിൽ വരുമ്പം പിന്നെ അങ്ങനെയല്ലേ പെരുമാറേണ്ടത്? ഞാൻ സ്നേഹിച്ചിരുന്ന പെണ്ണാവൾ. എനിക്കറിയാവുന്നതാണല്ലോ. ഇങ്ങോട്ട് നോക്കിയേ. നിങ്ങൾ സ്നേഹമുള്ളവനാ. എനിക്ക് നിങ്ങളെ വിശ്വാസ. നിങ്ങൾ സ്നേഹിച്ചവരെല്ലാം ഞാൻ സ്നേഹിക്കണ്ടേ? എന്നാലല്ലേ ഞാൻ നിങ്ങളുടെ ആവുള്ളൂ. തെയ്യം നടത്തുന്നതിനോട് എനിക്ക് എതിർപ്പൊന്നുമില്ല. മുടങ്ങിക്കിടന്ന ഒരു സൽക്രമമല്ലേ, നടക്കട്ടെ. ചെലവിന്റെ കാര്യം ഓർത്തിട്ടാ ഇവന് പേടി. ഞാൻ പറഞ്ഞ അങ്ങനെ നോക്കരുതെന്ന് ഏട്ടന്റെ ഒരു ആശയാണ്. ഞാൻ ഇവനെ പറഞ്ഞ് മനസ്സിലാക്കി. നടത്തുമ്പോ പിന്നെ അതിന്റെ അന്തസ്സിൽ നടത്തണം. ഞാൻ ഒരാഴ്ച ലീവ് എടുത്ത് ഇവിടെ നിൽക്കുക. എന്തൊക്കെയാ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. ലീവ് എടുത്തത് നന്നായി കുഞ്ഞികൃഷ്ണ. പിന്നൊരു കാര്യം ഏട്ടാ, ഓഹരി വേണ്ട എന്ന് അവനിവിടെ വന്ന് വീരവാദം പറഞ്ഞത് മുഖവിലേക്ക് കിടക്കരുത്. വിശ്വസിക്കാൻ വയ്യാത്ത വർഗമാണ്. മനസ്സിലിരിപ്പ് കണ്ടു തന്നെ അറിയണം. ഞാൻ പറയണത് ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഞാനിവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കിവിടുത്തെ ഭാഗമങ്ങ് നടത്തണമെന്നാ. ഏട്ടനാണെങ്കിൽ വയസ്സായി വരികയാണ്. എനിക്കാണെങ്കിൽ ഒരുപാട് പ്രാരാബ്ധങ്ങൾ. ഇവനും ഇപ്പൊ മേജറായി. ഇനി വെച്ച് നീട്ടണ്ട. പുറത്താരും അറിയുന്നതിന് മുമ്പ് തന്നെ നമുക്കങ്ങ് നടത്താം. രജിസ്റ്റർ കഴിഞ്ഞാൽ പിന്നെയാവും വന്ന് കുത്തിപ്പൊക്കാൻ വന്നാലും പുറത്ത് കിടന്ന് കുരയ്ക്കുകയുള്ളൂ. തെയ്യം നടക്കട്ടെ ആദ്യം. ഞാൻ എന്തൊക്കെയാ ചെയ്യേണ്ടെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞു. കേമാക്കണം നമുക്ക്. പറ്റുമെങ്കിൽ ഇനി ഒരു കൊല്ലം നമുക്കിത് മുടക്കരുത്. എന്റെ വീട്ടിൽ തെയ്യം നടത്തുന്നതിന് തനിക്കെന്താ കാര്യം? നസ്രാണിച്ചയും പൊറപ്പിച്ച് കണ്ടമാനം നടക്കുന്നവന് എന്റെ കുടുംബത്തിൽ കാര്യമൊന്നുമില്ല. നീ എന്തൊക്കെയാ പറയണേ? അത് എന്റെ കൂടെ തറവാടല്ലേ? ആ അവകാശം പറഞ്ഞ് ഇനി എന്റെ വീട്ടിൽ പടി കിടന്ന കാര്യം വിട്ടു. നിന്റെ പടി കടന്നാ നീ കാല് വിട്ടു അല്ല? എങ്കിൽ കേട്ടോ, ആ പടിക്കകത്തെ മണ്ണ് എന്റെയും കൂടിയാ. അവിടുത്തെ ദൈവങ്ങളും പിതൃക്കളും എന്റെയും കൂടിയാടാ. നിന്റെ തന്തയുടെ ശവം എടുക്കുമ്പോ തല പിടിക്കേണ്ടത് ഞാനാ, മരുമകൻ. പിന്നെ തറവാട്ടിലെ കാരണവര് ഞാനാ, പൂമംഗലത്തെ ഉണ്ണികൃഷ്ണൻ നമ്പ്യാര്. പിന്നെ തെയ്യം നടത്തേണ്ടത് ഞാനാ. എന്നെ പടിക്കകത്ത് കടന്നാ നീ കാല് വിട്ടു അല്ലടാ? എന്നെ പുറത്തു നിർത്തിയിട്ട് തെയ്യം നടക്കൂല, നടത്തിക്കൂല. ഞാൻ പൂമംഗലത്തെ ഉണ്ണികൃഷ്ണൻ നമ്പ്യാരാ പറയുന്നേ, നടത്തിക്കൂല. ഉണ്ണികൃഷ്ണൻ ഇവിടെ ഇല്ലല്ല. ആരാണ്? മനസ്സിലായില്ലല്ല.
മനസ്സിലാക്കാൻ നീ എന്റെ ആരാ? ഛീ, ഓടി. ആരെയാ മോളെ? കുഞ്ഞേഷ, ഉണ്ണിയുടെ ചെറിയമ്മാവനാ. നീ കയറിയിരിക്കെ. ബന്ധം പുതുക്കാന്നുള്ളതല്ല, കയറിയിരുന്ന് അങ്ങോട്ട് വിസ്തരിക്കാൻ. ഇത്തിരി കാപ്പി എടുക്കട്ടാ? കൊണ്ടുപോയിരുന്ന് തത്തയ്ക്ക് കൊടുക്ക്. അവർക്കിടെ ഒരു കാപ്പി. നിങ്ങളുടെ തലതെറിച്ച സന്തതി കുടിച്ച് ബോധമില്ലാണ്ട് വെല്ലുവിളിച്ചത് കേട്ടു. അത് ആരെ? ഇത്തിരി ഇല്ലാത്ത രഘുവിനെ തെയ്യം നടത്തിക്കൂലത്രേ. അതിനവന്റെ തന്തയുടെ വകയല്ലേ ഈ നാട്. കുഞ്ഞേഷ, നീ ബഹളം വെക്കാണ്ട് മര്യാദയ്ക്ക് സംസാരിക്ക്. ബഹളം വയ്ക്കുക മാത്രമല്ല, ഇടയാൻ നിന്നാൽ ഈ പുറകെ തീ കൊളുത്തു. പറഞ്ഞേക്കവനോട് തെയ്യം നടക്കുന്ന സ്ഥലത്തെങ്ങാനും അവന്റെ തലവെട്ടം കണ്ടാൽ ശവം ഈ പുഴയിലാവൂല പൊതണത്.